വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നല്ല മുന്തിരി വൈൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഈ മുന്തിരി വൈൻ, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഈ മുന്തിരി വൈൻ ഉണ്ടാക്കാനായിട്ട് 2 കിലോ കറുത്ത കുരുവുള്ള മുന്തിരി എടുത്ത് ഞെട്ടോടുകൂടെ ഉപ്പും വിനീഗറും ചേർന്ന വെള്ളത്തിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് ഞെട്ടിയിൽ നിന്ന് വിടുവിച്ച് നന്നായി ഒരു കോട്ടൺ ക്ലോത്തിൽ തുടച്ചെടുക്കുക. ആ മുന്തിരിയാണിത്. ഇനി നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുത്ത ഒരു ഭരണിയോ ഒരു ഗ്ലാസ് ജാറോ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഒരിക്കലും അച്ചാറിടുന്ന ഭരണി വൈനിടാനായിട്ട് ഉപയോഗിക്കരുത്, വൈൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് 1 ലെയർ മുന്തിരി 1 ലെയർ പഞ്ചസാര എന്നുള്ള രീതിയിൽ നമുക്ക് വൈനിടാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ആദ്യം 1 ലെയർ മുന്തിരി ഇട്ടു, അടുത്ത ലെയർ പഞ്ചസാര ഇട്ടു, പിന്നെ മുന്തിരി ഇട്ടു, പിന്നെ പഞ്ചസാര ഇട്ടു. അതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. എപ്പോഴും ഭരണിയുടെ ഒരു അരഭാഗം മാത്രം ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വൈനിന് ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് പട്ട ഗ്രാമ്പു ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിടി ഗോതമ്പ് എടുത്ത് നന്നായി കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫെർമെൻറ്റേഷൻ നന്നായിട്ട് കിട്ടാനാണ് ഇതും ചെയ്യുന്നത്. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് ഒരു വുഡൻ സ്പൂൺ വെച്ച് മുന്തിരി നന്നായിട്ട് ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ കൈ വെച്ച് നമ്മൾ ഉടച്ചെടുത്താലും മതി. ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്, അപ്പോൾ കുരുവും കൂടെ അരഞ്ഞ് ഈ വൈൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഈ വൈൻ്റെ കൂട്ടിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള പതപ്പിച്ച് ചേർക്കാം. ഞാൻ ഇത്തവണ ചേർക്കുന്നില്ല, കഴിഞ്ഞ വർഷം ചേർത്തിരുന്നു. അത് ചേർത്താലും വൈൻ നല്ലതായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1.25 ലിറ്റർ തിളപ്പിച്ച ആറിയ വെള്ളം കൂടെ ചേർത്ത് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടാനായിട്ട് ഈ വുഡൻ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഞാൻ നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണി ടോപ്പ് വെച്ച് അടയ്ക്കാം. ടോപ്പ് വെച്ച് അടച്ചതിന് ശേഷം നല്ലൊരു നീറ്റായിട്ടുള്ള തുണി വെച്ച് അടച്ച് കെട്ടി വയ്ക്കാം. ഇനി അധികം വെളിച്ചമൊന്നും കടക്കാത്ത ഒരു ഷെൽഫിലോ അതല്ലെങ്കിൽ ഒരു റൂമിലോ നമുക്ക് ഈ ഭരണി എടുത്തു വയ്ക്കാം. എല്ലാ ദിവസവും രാവിലെ 21 ദിവസവും രാവിലെയോ വൈകിട്ടോ ഒരു നീറ്റായിട്ടുള്ള വുഡൻ സ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. മുന്തിരി ഇതുപോലെ മേലെ പൊങ്ങി വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ ഇളക്കിയില്ലെങ്കിൽ ഈ മുന്തിരിയുടെ മേലെ ഫംഗസ് വന്ന് ഈ വൈനാകെ കേടായി പോവും. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടോ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾ കാണുന്നത്, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇളക്കിയിട്ടുണ്ടായിരുന്നു. 21ാമത്തെ ദിവസം രാവിലെയാണ്. നമുക്കിനി വൈൻ പകർത്താനായിട്ട് ഒരു പിടിയുള്ള പാത്രം എടുത്തിട്ട് ഞാനിവിടെ ഒരു അരിപ്പ ഒരു പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ എല്ലാ വൈനും ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുന്തിരിയുടെ മേലെ പതുക്കെ ഇതുപോലെ വുഡൻ സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ അമർത്തി ചെയ്യേണ്ട, അപ്പോൾ ഈ വൈനിൽ കൂടുതൽ മട്ടിങ്ങനെ അടിയും. ഇപ്പോൾ വൈൻ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫണൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ കുപ്പികളിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. എനിക്ക് ഈ അളവിൽ നിന്ന് 2.25 ലിറ്റർ വൈൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. വൈനിന് നല്ല കളറുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ആയിട്ടുണ്ട് വൈൻ. ഈ വൈൻ സാധാരണ ഇരിക്കും തോറാണ് കൂടുതൽ ടേസ്റ്റായിട്ട് വരുന്നത്. ഈ വൈനിന് പാകത്തിനുള്ളൊരു മധുരമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/2 കപ്പും കൂടെയൊക്കെ ചേർക്കാം. ഈ വൈൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ക്രിസ്മസിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്